25 സങ്കീർത്തനത്തിന്റെ 15 വാക്യം, എന്റെ കണ്ണ് എപ്പോഴും യഹോവയിങ്കലേക്കാകുന്നു, അവൻ എന്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. എന്റെ കണ്ണ് എപ്പോഴും യഹോവയിങ്കലേക്കാകുന്നു, അവൻ എന്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. നമുക്കെല്ലാവർക്കും തന്നെ നമ്മുടെ കാലുകൾ വലയിൽ നിന്ന് വിടുവിക്കപ്പെടുവാനായിട്ട് താല്പര്യമുണ്ട്. നാം ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ തരത്തിലുള്ള വലകളിൽ നിന്നും നമ്മൾ വിടുവിക്കപ്പെടണം. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും നമ്മൾ അറിയാതെ പല വലകളിലും കുടുങ്ങിപ്പോകാറുണ്ട്, പല കുടുക്കുകളിലും വിട്ടുപോകാറുണ്ട്. പലപ്പോഴും ദൈവം ആഗ്രഹിക്കാത്ത വഴികളിലൂടെ നാം ചരിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ കാലുകൾ വലയിൽ നിന്ന് വിടുവിക്കപ്പെടണം, അല്ലെങ്കിൽ നമ്മുടെ നടത്തം ശരിയാകണം, അല്ലെങ്കിൽ നമ്മുടെ പോക്ക് ശരിയാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നോട്ടം, നമ്മുടെ കണ്ണ് ശരിയാകണം. അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് യഹോവയിങ്കലേക്കാകുമ്പോഴാണ് നമ്മുടെ വഴികൾ, നമ്മുടെ പാതകൾ, നമ്മുടെ കാൽ വലയിൽ നിന്ന് വിടുവിക്കപ്പെടുക. അപ്പോൾ നമ്മുടെ കണ്ണ് യഹോവയിങ്കലേക്ക് ആകണമെന്ന് മാത്രമല്ല ഈ സങ്കീർത്തനത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ ഈ ഒരു പ്രയോഗം അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്. എന്റെ കണ്ണ് യഹോവയിങ്കലേക്കാകുന്നു എന്നല്ല, എന്റെ കണ്ണ് എപ്പോഴും യഹോവയിങ്കലേക്കാകുന്നു. എന്റെ കണ്ണ് എപ്പോഴും യഹോവയിങ്കലേക്കാകുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിലും നമ്മുടെയൊക്കെ ജീവിതത്തിലും പല സാഹചര്യങ്ങളിലും നമ്മെ സംബന്ധിച്ചോളം നമ്മൾ എപ്പോഴൊക്കെ ജീവിതത്തിൽ വഴുതി പോയിട്ടുണ്ടോ, എപ്പോഴൊക്കെ ദൈവം ആഗ്രഹിക്കാത്ത വഴിയിൽ പോയിട്ടുണ്ടോ, അതിൻ്റെയൊക്കെ കാരണം നമ്മൾ അന്വേഷിച്ച് നോക്കിയാൽ ഈ ഒരു കാരണം നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. എൻ്റെ കണ്ണ് കർത്താവിൽ നിന്ന് മാറിപ്പോയി. എൻ്റെ കണ്ണ് എപ്പോൾ കർത്താവിൽ നിന്ന് മാറിപ്പോയോ അപ്പോഴാണ് എൻ്റെ കാൽ വഴുതിപ്പോയത്, അപ്പോഴാണ് എൻ്റെ കാൽ വലയിലേക്ക് അകപ്പെട്ടത്. നമ്മൾ ഇതിന് സമാനമായ ചില വാക്യങ്ങൾ സങ്കീർത്തനത്തിൽ, മറ്റ് ചില വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സങ്കീർത്തനം 141 സങ്കീർത്തനത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങളിലും നമ്മൾ അപ്രകാരം തന്നെ വായിക്കുന്നല്ലോ. 141 സങ്കീർത്തനത്തിൽ 8 വാക്യം 8-9 ഇങ്ങനെയാണ്: കർത്താവായ യഹോവേ, എന്റെ കണ്ണ് നിങ്കലേക്കാകുന്നു. കർത്താവായ യഹോവേ, എന്റെ കണ്ണ് നിങ്കലേക്കാകുന്നു. ഞാൻ നിന്നെ ശരണമാക്കുന്നു, എന്റെ പ്രാണനെ തൂക്കിക്കളയരുതേ. 9 വാക്യം: അവർ എനിക്ക് വെച്ചിരിക്കുന്ന കെണിയിലും ദുഷ്പ്രവർത്തിക്കാരുടെ കുടുക്കിലും അകപ്പെടാതെ വണ്ണം എന്നെ കാക്കണമേ. അപ്പോ സങ്കീർത്തനക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് അറിയാം, ഞാന് 9 വാക്യത്തിൽ പറയുന്നത് കെണിയിലും കുടുക്കിലും ഞാൻ അകപ്പെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ 8 വാക്യം: കർത്താവായ യഹോവേ, എന്റെ കണ്ണ് നിങ്കിലേക്കാകുന്നു, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുന്നു, എന്റെ പ്രാണനെ തൂക്കിക്കളയരുത്. നമ്മെ സംബന്ധിച്ചോളം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു രഹസ്യവും കൂടി ഇതാണ്: ഞാൻ കർത്താവിനെ നോക്കുക, എന്റെ കണ്ണ് കർത്താവിങ്കിലേക്കാകുക. അത് ചില സാഹചര്യങ്ങളിൽ മാത്രമല്ല, എൻ്റെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും എൻ്റെ കണ്ണ് അവനെ നോക്കുക, എൻ്റെ കണ്ണ് അവങ്കിലേക്കായിരിക്കുക. എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയിങ്കിലേക്കാകുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ കാലുകളെ അവൻ വലയിൽ നിന്ന് വിടുവിക്കും. യേശുവിന്റെ ജീവിതത്തിലും നമ്മൾ നോക്കുമ്പോൾ, യേശുവിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം യേശു കർത്താവ് ബാല്യം മുതൽ തന്നെ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ഒരു രഹസ്യം ഇതായിരുന്നു: എപ്പോഴും പിതാവിന്റെ മുഖത്തേക്ക് നോക്കുക, എപ്പോഴും പിതാവിന്റെ ഭവനത്തെക്കുറിച്ച്, പിതാവിനെക്കുറിച്ച് ചിന്തിക്കുക, പിതാവിന്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. പിതാവിന്റെ ഭവനം, എന്റെ പിതാവ്, ഞാൻ പിതാവിന്റെ ഇഷ്ടം ഞാൻ ചെയ്യുന്നു, പിതാവിനെ നോക്കുക, പിതാവിന്റെ ഭവനം. ഇങ്ങനെ എപ്പോഴും യേശുക്രിസ്തു പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ വെറും ഒരു 12 വയസ്സുള്ള ബാലനായിട്ട് യേശുക്രിസ്തു വന്ന് മാതാപിതാക്കളോടൊപ്പം ദേവാലയത്തിലേക്ക് പോയ ആ ഒരു സംഭവം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പം അങ്ങനെ അവൻ ബാലനായിട്ട്, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ബാലനായിട്ട് പോകുന്ന സമയത്ത് ആ ബാലനായിരിക്കെ, സാധാരണ ബാലന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കണ്ണ് പ്രത്യേകിച്ച് ഒരു ഉത്സവത്തിനൊക്കെ പോയാൽ, ഒരു 12 വയസ്സുള്ള ബാലന്മാരെ സംബന്ധിച്ചോളം
അവരെല്ലാം അവിടെയുള്ള ബലൂണും അവിടെയുള്ള ഉത്സവത്തിന്റെ ആരവങ്ങളും അവിടുത്തെ ഈ കാര്യങ്ങളൊക്കെയാണ് അവരുടെ കണ്ണ്, അവരുടെ ചിന്ത, അവരുടെ മനസ്സ്. എന്നാൽ യേശു ഒരു ബാലനായിരിക്കെ തന്നെ യേശുവിനെ സംബന്ധിച്ചോളം നമ്മൾ ലൂക്കോസിന്റെ 2-ാം അധ്യായത്തിന്റെ 49-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് യേശുവിനെ കാണുന്നില്ല. യേശു എവിടെയാണ്? അവർ യേശുവിനെ അന്വേഷിച്ചപ്പോ അവന് നമ്മളവിടെ വായിക്കുന്നത് ആ ഒരു സാഹചര്യം നിങ്ങൾക്കറിയാമല്ലോ. 49-ാം വാക്യത്തിൽ അവൻ അവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കണം. ഞാനിപ്പോ എന്റെ പിതാവിന്റെ ഭവനത്തിൽ ഞാൻ പിതാവിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ഞാൻ പിതാവിന്റെ കാര്യങ്ങളിൽ ഞാനിപ്പോ വ്യാപൃതനാണ്. നമ്മെ സംബന്ധിച്ചോളം നമ്മെ ഒരുപക്ഷെ അതിശയിപ്പിച്ചേക്കാം. ഒരു 12 വയസ്സുള്ള ഒരു ബാലനെ സംബന്ധിച്ചോളം ആ കാലം മുതൽ, യേശുവിന്റെ ബാല്യം മുതൽ യേശുവിന്റെ കണ്ണ് ദൈവത്തിൽ, പിതാവിങ്കൽ, പിതാവിന്റെ ഭവനം, പിതാവിന്റെ ഇഷ്ടം, പിതാവ്. എന്നാൽ നമ്മെ സംബന്ധിച്ചോളം നമുക്ക് പലപ്പോഴും നമ്മൾ ഇടയ്ക്ക് ദൈവമുഖത്തേക്ക് നോക്കും, ഇടയ്ക്ക് പിതാവിന്റെ അടുത്തേക്ക് നോക്കും. പക്ഷേ മറ്റ് പല സമയങ്ങളിലും നമുക്ക് നോക്കാനായിട്ട് മറ്റ് പല കാര്യങ്ങളുണ്ട്. മറ്റ് പല കാര്യങ്ങളിലും നമ്മൾ നോക്കി നമ്മുടെ ശ്രദ്ധ പതറിപ്പോകുന്നു, നമ്മുടെ ചിന്ത പതറിപ്പോകുന്നു. നമ്മൾ സിംഗിൾ ഐഡ് ആകണം എന്ന് നമ്മൾ, നിങ്ങളുടെ കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ എന്ന് പറയുമ്പോൾ അവിടെ അതിന്റെ ഇംഗ്ലീഷിൽ പറയുന്നത് സിംഗിൾ ഐഡ് ആയിരിക്കണം. സിംഗിൾ ഐഡ് എന്ന് പറഞ്ഞാൽ ഒരേ ലക്ഷ്യത്തോടെ, ഒരേ നോട്ടത്തോടെ, ഒരേ ശ്രദ്ധയോടെ മുമ്പോട്ട് പോകണം എന്നാണ് ആ ഒരു വാക്യത്തിന്റെ അർത്ഥം. യേശുവിനെ സംബന്ധിച്ചോളം യേശു ക്രിസ്തു അങ്ങനെയായിരുന്നു. അതിനെ തുടർന്ന് നമ്മൾ യേശുവിന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഓരോ സാഹചര്യങ്ങളിലും ഭവനത്തിൽ നിൽക്കുകയാണ്, ഭവനത്തിൽ നിന്ന് മാറിയിട്ടില്ല. താൻ ഭവനത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വീണ്ടും ഒരു യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം നമുക്ക് പരിചയമുള്ള ഒരു ഭാഗമാണല്ലോ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ അവിടെ എല്ലാവരും ഉത്സവത്തിന് പോകുന്നു. എല്ലാവരും ഉത്സവത്തിന് പോകുന്ന സമയത്ത് യേശുക്രിസ്തു പറയുകയാണ്, അതിന്റെ 6-ാം വാക്യമൊക്കെ, അവര് പോകുന്ന സമയത്ത് അവന്റെ സഹോദരന്മാരും ഒക്കെ അവനോട് 4-ാം വാക്യത്തിൽ പറയുന്നു, പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും, 7-ാം അധ്യായത്തിന്റെ യോഹന്നാൻ 7:4, പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. അപ്പം അവന്റെ സഹോദരന്മാരൊന്നും അവനിൽ വിശ്വസിച്ചിരുന്നില്ല. നീ ഇതൊക്കെ ലോകത്തിന് വെളിപ്പെടുത്തുക, അപ്പോൾ എന്നിട്ട് നീ ഉത്സവത്തിന് പോവുക, ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ മുമ്പിൽ നിന്റെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു വളരെ സാവധാനത്തോടെ അവരോട് പറയുന്നു. 6-ാം വാക്യം, യേശു അവരോട്, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. അപ്പോ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചോളം യേശുക്രിസ്തു ഈ സഹോദരന്മാരും ഇവരും ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ യേശുവിന്റെ കണ്ണ് പിതാവിലേക്കാണ്. പിതാവേ, ഞാനിപ്പോ പോകാൻ സമയമായോ? എനിക്കിപ്പോ പോകാൻ സമയമായോ? ഞാനിപ്പോ പോകണം. ഇവരൊക്കെ പോകുന്നുണ്ട്, ഇവരെല്ലാം എന്നോട് പോകണമെന്ന് പറയുന്നു. എന്റെ വീട്ടിലുള്ള എല്ലാവരും പോയി ഉത്സവത്തിന്, ഇവരെന്നെ പോകാനായിട്ട് നിർബന്ധിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു പിതാവിലേക്ക് നോക്കി, പിതാവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പിതാവ് പറഞ്ഞു, നിനക്കിപ്പോൾ പോകാൻ സമയമായിട്ടില്ല, ഇപ്പൊ സമയമായിട്ടില്ല. അപ്പോൾ സഹോദരന്മാരൊക്കെ അങ്ങ് പോയി, സഹോദരന്മാരെ പോകാനായിട്ട് അനുവദിച്ചു. അപ്പൊ എന്നിട്ട് യേശുക്രിസ്തു അവരോട് പറയുന്നു, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾക്കൊക്കെ എപ്പോഴും സമയം തന്നെ. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് പിതാവിന്റെ അടുത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എപ്പോഴും സമയം ആണ്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ പിതാവിന്റെ അടുത്തേക്ക് നോക്കി, പിതാവ് പറഞ്ഞു ഇപ്പൊ പോകണ്ട. അപ്പൊ ഇപ്പൊ പോകണ്ട എന്ന് പറഞ്ഞു. അവര് പോയി. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ യേശു എന്നോട് പിതാവ് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. യേശുക്രിസ്തു പോയി. അപ്പൊ യേശുക്രിസ്തുവിന്റെ ഒരു ബാല്യം മുതൽ യേശുക്രിസ്തുവിന്റെ ആ ശുശ്രൂഷയുടെ ആരംഭം, തുടക്കം, ആ സമയത്തെല്ലാം എപ്പോഴും യേശുക്രിസ്തു ഇങ്ങനെ പിതാവിങ്കിലേക്ക് നോക്കുക, പിതാവിൽ നിന്ന് കേൾക്കുക, പിതാവ് എന്താ പറയുന്നത്, പിതാവ് പറയുന്നതിനനുസരിച്ച് ചെയ്യുക. ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്കറിയാം, ഓരോ പ്രാവശ്യം യേശുക്രിസ്തു അതിനു മുമ്പ് പിതാവ് എന്താണ് പറയുന്നത്, പിതാവിന്റെ ഹിതം, പിതാവിന്റെ ഇഷ്ടം എന്താണ്, പിതാവിന്റെ ഹിതത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും പിതാവിന്റെ മനസ്സറിയുവാനും യേശുക്രിസ്തു എപ്പോഴും അപ്രകാരം ദൈവത്തിന്റെ മുഖത്തെ അന്വേഷിക്കുന്നത് നമുക്ക് തുടർമാനമായിട്ട് യേശുവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ അവിടെ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ സമയമൊക്കെ ആകുന്നതിന് മുമ്പ് യേശുക്രിസ്തു യെരുശലേമിലേക്ക് പോകുന്ന ഒരു ഭാഗം ത്തെക്കുറിച്ച് നമ്മൾ അവിടെ വായിക്കുമ്പോൾ ലൂക്കോസ് 9-ലാണ്. 9 അവിടെ പറയുന്നത്,
51 വാക്യം നമ്മൾ വായിക്കുന്നത്, അവന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരൂശലേമിലേക്ക് യാത്രയാകുവാൻ മനസ്സ് ഉറപ്പിച്ചു. അവൻ യെരൂശലേമിലേക്ക് യാത്രയാകുവാൻ മനസ്സ് ഉറപ്പിച്ചു. അവിടെ മനസ്സുറപ്പിച്ചു എന്ന് അവിടെ പറയുമ്പോൾ ഇംഗ്ലീഷിൽ അത് പറയുന്നത്, and it came to pass when the time was come that he should be received up, he steadfastly set his face to go to Jerusalem. He steadfastly set his face to go to Jerusalem. അത് മറ്റൊരു തർജ്ജമയിൽ പറയുന്നത്, he made his face like a flint to go to Jerusalem. അപ്പോൾ അല്ലെങ്കിൽ യേശുക്രിസ്തു തന്റെ മുഖത്തെ, തന്റെ കണ്ണുകളെ ഒരു പ്രത്യേക രീതിയിൽ ഞാൻ ഇങ്ങോട്ട് പോകാനായിട്ട്, യെരൂശലേമിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ച് ഉറച്ച് ആ ഒരു ദിശയിൽ അങ്ങ് പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവം പറഞ്ഞു, ഇതാണ് ഈ വഴിയാണ് പോകേണ്ടത്, ആ വഴിയെ പോകാനായിട്ട്. മറ്റ് ആളുകൾ, മറ്റ് വ്യക്തികൾ യേശുക്രിസ്തുവിന്റെ അടുത്ത് പല കാര്യങ്ങൾ, നീ ഇങ്ങോട്ട് പോകരുത്, ഈ വഴിയല്ല, ഇതല്ല പോകുന്നത്, പത്രോസും ഒക്കെ പല രീതിയിൽ യേശുക്രിസ്തുവിന്റെ യാത്രയ്ക്ക് മാറ്റം വരുത്താനായിട്ട് ശ്രമിച്ചെങ്കിലും യേശുവിനെ സംബന്ധിച്ചിടത്തോളം പിതാവ് നിന്നും യേശുക്രിസ്തുവിന് ഒരു വ്യക്തത ഉണ്ടായിരുന്നു. യേശുക്രിസ്തു മുഖം കല്ലുപോലെ, മറ്റ് ശബ്ദങ്ങളൊന്നും യേശുക്രിസ്തു ചെവി കൊടുക്കാതെ മുഖത്തെ കല്ലുപോലെ വെച്ച് ആ പോകേണ്ട ദിശയിൽ യേശു മുമ്പോട്ട് പോകുവാനായിട്ട് തുടങ്ങി. ഗെത്സമനെ തോട്ടത്തിൽ നമുക്കറിയാം, ദൈവഹിതത്തെ കുറിച്ചുള്ള ആ സംശയം വന്നപ്പോൾ ഉടനെ, പിതാവേ എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം, അങ്ങയുടെ ഹിതം, എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം. പിതാവിന്റെ മുഖത്തേക്ക് നോക്കുക. പിതാവ് എന്താ പറയുന്നത്? എന്റെ കണ്ണ് ഞാൻ പിതാവിങ്കിലേക്ക് ഉയർത്തുന്നു. കുരിശിലും യേശുക്രിസ്തു ദൈവത്തിന്റെ മുഖത്തേക്ക് യേശുക്രിസ്തു നോക്കുകയും ഏറ്റവും അവസാനം കുരിശിൽ യേശുക്രിസ്തു പറഞ്ഞത്, എല്ലാം പൂർത്തിയായി. അപ്പോൾ യേശുവിന്റെ ജീവിതത്തിന്റെ ഉടനീളം തുടക്കം, ഒരു ബാലനായി ഇരിക്കുന്ന കാലം മുതൽ യേശുക്രിസ്തു ഭവനത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ, യേശുക്രിസ്തു ക്രൂശിലേക്ക് പോകുമ്പോൾ, യേശുക്രിസ്തുവിന്റെ ഗെത്സമനയിൽ യേശുക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ, എല്ലാ സമയത്തും യേശുവിന്റെ കണ്ണ് പിതാവിങ്കിലേക്കായിരുന്നു. യേശുവിന്റെ ചുറ്റും മറ്റു പല ശബ്ദങ്ങളും, മറ്റു പല ആളുകളും, മറ്റു പല വ്യക്തികളും, പലതരത്തിലുള്ള സ്വാധീനങ്ങളും ഇതെല്ലാം ഉണ്ടായിരുന്നപ്പോഴും യേശുവിനെ സംബന്ധിച്ചോളം യേശുക്രിസ്തു കണ്ണ് ദൈവത്തിങ്കിലേക്ക് വെച്ചു. പല പരീക്ഷണങ്ങൾ പിശാച് യേശുവിനെ പരീക്ഷിക്കുവാനായിട്ട് അവിടെ കൂട്ടിക്കൊണ്ടുപോയി. പല പരീക്ഷണങ്ങൾ യേശുവിനുണ്ടായപ്പോഴും ആ സമയത്തെല്ലാം യേശുക്രിസ്തു ദൈവമുഖത്തേക്ക് നോക്കി. ദൈവം യേശുവിനൊരു വചനം കൊടുത്തു, ഒരു വാക്യം, ഒരു പഴയ നിയമത്തിൽ നിന്ന് ഒരു വാഗ്ദത്തം നൽകി. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടും ജീവിക്കുന്നു. യേശുക്രിസ്തു ആ ശബ്ദം കേട്ടു. യേശുവിന് ആ പരീക്ഷയെ ജയിക്കാനായിട്ട് കഴിഞ്ഞു. നമ്മെ സംബന്ധിച്ചോളം പലപ്പോഴും അപ്പൊ ഞാൻ യേശുവിന്റെ ജീവിതത്തെ നോക്കുമ്പോൾ യേശുവിന്റെ ജീവിതത്തിന്റെ ഒരു രഹസ്യം ഇതാണ്. യേശുക്രിസ്തുവിന് ദൈവമുഖത്തേക്ക് എപ്പോഴും നോക്കാനായിട്ട് കഴിഞ്ഞു. ദൈവമുഖത്തേക്ക് എപ്പോഴും നോക്കാനും ദൈവത്തിന്റെ ശബ്ദം എപ്പോഴും കേൾക്കുവാനും കഴിഞ്ഞു. എപ്പോഴും കേൾക്കുവാനും നോക്കുവാനും കഴിഞ്ഞതുകൊണ്ട് ദൈവത്തിന്റെ ഹിതം പൂർണ്ണമായിട്ട് യേശുവിന്റെ ജീവിതത്തിൽ പൂർത്തിയാക്കുവാനായിട്ട് കഴിഞ്ഞു. അവന്റെ കാൽ കെണിയിൽപ്പെടാതെ, അവന്റെ കാൽ കുരുക്കിൽപ്പെടാതെ അവന് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിഞ്ഞു. നമ്മെ സംബന്ധിച്ചോളം ദൈവം ഇതാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ രീതിയിലുള്ള പല ഉദാഹരണങ്ങളും, ദൈവത്തെയും ദൈവമുഖത്തെയും നോക്കാതെ തെറ്റിപ്പോയ ആളുകളെയും ദൈവമുഖത്തെ നോക്കി മുമ്പോട്ട് പോയ ആളുകളുടെ ഒക്കെ പല ഉദാഹരണങ്ങളും നമുക്ക് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് ഒന്ന് രണ്ട് ആളുകളെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മൾ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൽ നമ്മൾ ഏശാവിനെ കുറിച്ച് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അവിടെ ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൽ നമ്മൾ ഏശാവിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ 25-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്താണ് 29-ാം വാക്യം നമ്മൾ മുതൽ വായിച്ചാൽ, ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു. ഏശാവ് വെളിംപ്രദേശത്ത് നിന്ന് വന്നു. അവൻ നന്നേ ക്ഷീണിച്ചിരുന്നു. ഒരു ജീവിതത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യം, ഒരു ജോലിയൊക്കെ കഴിഞ്ഞു, അധ്വാനം കഴിഞ്ഞു, നന്നേ ക്ഷീണിച്ച് ഒരു വ്യക്തി കടന്നു വരിക. ഏശാവ് നന്നേ ക്ഷീണിച്ചിരുന്നു. അപ്പം നന്നേ ക്ഷീണിച്ചിരുന്നു
ഈ ക്ഷീണിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷീണത്തിന്റെയും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ജീവിതത്തിന്റെ സാഹചര്യത്തിന്റെയും മധ്യത്തിൽ അദ്ദേഹത്തിന് തുടർന്ന് ദൈവമത്തേക്ക് നോക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയില്ല. അദ്ദേഹം ഉടനെ നമ്മളിവിടെ വായിക്കുന്നത് 30-ാം വാക്യം, ഏശാവ് യാക്കോബിനോട്, ആ ചുവന്ന പായസം കുറെ എനിക്ക് തരണം, ഞാൻ നന്നേ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് ഏതോം എന്ന് പറഞ്ഞു എന്നിട്ട് അവൻ അതിനെ തുടർന്ന് പറയുന്നത്, അവന്റെ ജ്യേഷ്ഠാവകാശത്തെയോ ഈ കാര്യത്തെ ഒന്നും അവന് കാണാനായിട്ട് ദൈവമുഖത്തേക്ക് നോക്കാനോ അവനുണ്ടായിരുന്ന ജ്യേഷ്ഠാവകാശത്തെ ഒന്നും അവന് കാണുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നിട്ട് 32-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഞാനിപ്പോൾ ക്ഷീണിച്ചിരിക്കുകയാണ്, എന്റെ ക്ഷീണം മൂലം ഞാനിപ്പോൾ മരിച്ചു പോവും. അദ്ദേഹത്തിനൊരു ക്ഷീണം സംഭവിച്ചു, അദ്ദേഹം അവിടെ മരിക്കുകയൊന്നുമില്ല. പക്ഷേ പലപ്പോഴും നമ്മളുടെ ചില സമ്മർദ്ദങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, നമ്മൾ കുറച്ച് ക്ഷീണത്തിൻ്റെതായിട്ടുള്ള അവസരങ്ങളിലൂടെ കടന്നു വരുമ്പോൾ, ഈ ഒരു പ്രത്യേക സാഹചര്യം ഇത് വേറെ ആർക്കും ഇല്ലാത്തൊരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിന്റെ മധ്യത്തിൽ ഞാനിപ്പോൾ മരിച്ചു പോകും, ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ, അതുകൊണ്ട് ഞാൻ ഈ ഒരു സാഹചര്യത്തെ മാറ്റാൻ വേണ്ടി ഞാൻ മനുഷ്യരുടെ മുഖത്തേക്കോ ഈ സാഹചര്യത്തിന്റെ മുഖത്തേക്കോ നോക്കി ഞാനൊരു പ്രതിവിധി അവിടെ ഉണ്ടാക്കിയാൽ മാത്രമേ ഇതിനൊരു വഴി ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ് ദൈവം അവിടെ അത്ഭുതകരമായിട്ട് വഴിയൊരുക്കുന്നതിനെ കാണുവാൻ കഴിയാതെ ഞാൻ ദൈവമുഖത്തേക്ക് നോക്കാതെ ഇവിടെ ചുവന്ന പായസത്തെ യാക്കോബ് നോക്കുന്നു. അപ്പൊ ഈ ചുവന്ന പായസം അതിങ്ങനെ ഒരു സാഹചര്യത്തെ നോക്കുന്നതാകാം, അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവം വ്യക്തമായിട്ട് പറയുന്നു, ഈ ഒരു വളരെ മനോഹരമായിട്ട് തോന്നുന്ന ഈ ഒരു പാപം, ആ പാപം എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് മനോഹരമായിട്ട് തോന്നുന്നു. പക്ഷേ ആ പാപത്തിന്റെ പ്രലോഭനത്തിന് ഞാൻ അവിടെ ഈൽഡ് ചെയ്താൽ, ഞാനിതാ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ജ്യേഷ്ഠാവകാശം, ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങളെയും ആ സ്ഥാനത്തെയും ഒക്കെ ഞാൻ നഷ്ടപ്പെടുത്തി കളയുകയാണ്. പക്ഷേ എൻ്റെ ഈ സമ്മർദ്ദം ഇത്ര വലുതാണ്, ഈ പാപത്തിന്റെ പ്രലോഭനം ഇത്ര വലുതാണ്, ഈ ഒരു സമ്മർദ്ദം ഇത്ര വലുതാണ്, ഞാനിപ്പം ഈ സമ്മർദ്ദത്തിന് ഞാനിപ്പോ ഈൽഡ് ചെയ്തില്ലെങ്കിൽ ഞാനിപ്പോ ആകെ തകർന്നു പോകും എന്ന് ഒരു തെറ്റായ ധാരണ നമ്മുടെ മനസ്സിലേക്ക് ഈ സമ്മർദ്ദങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ അവിടെ ഈ പാപത്തിന്, അല്ലെങ്കിൽ ഈ പ്രലോഭനത്തിന്, അല്ലെങ്കിൽ ഈ സാഹചര്യത്തിന്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നമ്മൾ ഈൽഡ് ചെയ്ത് കൊടുക്കുന്നു. അവിടെ യേശാവിനെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവത്തിന്റെ മുഖത്തേക്ക്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഉദ്ദേശത്തെ അവന് കാണുവാൻ കഴിഞ്ഞില്ല, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അവൻ ചുവന്ന പായസത്തെ നോക്കി, അതവന് അട്രാക്റ്റീവായിട്ട് തോന്നി. അവന്റെ ക്ഷീണം അവൻ അതിനൊരു ന്യായീകരണമായിട്ട് എടുത്തു. അവന് അവിടെ അവന്റെ ജ്യേഷ്ഠാവകാശത്തെ വിറ്റു. അതിനെ തുടർന്ന് നമുക്കറിയാം, നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്, യേശാവ് അനുതപിച്ചിട്ടും അതിനെ തുടർന്ന് അവന് അത് തിരിച്ചു ലഭിച്ചില്ല എന്ന് നമ്മൾ വായിക്കുന്നു. അവനെ സംബന്ധിച്ചോളം അത് ആ ഒരു നോട്ടം, ആ ഒരു തെറ്റായ തീരുമാനം അവന്റെ ജീവിതത്തിൽ വളരെയധികം ഭവിഷ്യത്തുകളെ അതുണ്ടാക്കി. എന്നാൽ നമ്മൾ യേശാവിനെ കുറിച്ച് നമ്മളിവിടെ വായിക്കുമ്പോൾ, ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ദാവീദിനെ മറ്റൊരു സാഹചര്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് 1 ശമൂവേൽ 30-ാം അധ്യായത്തിലാണ്. 1 ശമൂവേൽ 30-ാം അധ്യായത്തിൽ ദാവീദും അപ്രകാരം ക്ഷീണിച്ച് അവശനായി നിൽക്കുന്ന ഒരു സാഹചര്യം 1 ശമൂവേൽ 30-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അത് സിക്ലാഗിൽ ഉള്ള ആ ഒരു 30-ാം അധ്യായം നമ്മൾ തുടങ്ങുമ്പോൾ മുതൽ നമ്മൾ അതിനെ വായിക്കുന്നു. ദാവീദ് യുദ്ധമൊക്കെ കഴിഞ്ഞ് ദാവീദിന്റെ ആളുകളും 3-ാം ദിവസം അവൻ സിക്ലാഗിലെത്തിയപ്പോൾ, 30-ാം അധ്യായം 1-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, അവിടെ അമാലേക്യർ തെക്കേ ദേശവും സിക്ലാഗും ആക്രമിച്ച് സിക്ലാഗിനെ ജയിച്ച് അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞിരുന്നു. അപ്പൊ എന്നിട്ട് ഇവിടെ അവർ വന്നിട്ട് വലിയവരും ചെറിയവരുമായ സ്ത്രീകളെയൊക്കെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയി, അവരെ എല്ലാം കൊണ്ടുപോയി. അപ്പൊ ദാവീദും അവന്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ, 3-ാം വാക്യം, അത് തീ വെച്ച് ചുട്ടിരിക്കുന്നത് ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. വളരെ ഒരു നിരാശാജനകമായ ഒരു സാഹചര്യം. ദാവീദ് അവിടെ ഉറക്കെ കരഞ്ഞു. അവിടെ 6-ാം വാക്യത്തിൽ വായിക്കുന്നത്, ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തന്റെ ഹൃദയം താൻ തന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദിന് നമ്മൾ 4-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവൻ ബലമില്ലാതാകുവോളം. അപ്പൊ അവിടെ ദാവീദ് ആകെ അങ്ങ് ക്ഷീണിച്ച്
അവശനായി, ബലമില്ലാത്തവനായി, അവൻ ഉറക്കെ കരഞ്ഞുകൊണ്ട് വലിയ കഷ്ടത്തിലായ ഒരു സാഹചര്യം. അവിടെ നമ്മൾ യേശാവിനെ കുറിച്ച് വായിച്ചത് അവൻ ക്ഷീണിച്ച് അവശനായിരുന്നു. ദാവീദ് ഇവിടെ ക്ഷീണിച്ച് അവശനായിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ആ 6-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് വളരെ മനോഹരമായ ഒരു പ്രയോഗം നമ്മളവിടെ വായിക്കുന്നു. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. അവൻ ഉടനെ ആ ഒരു സാഹചര്യത്തിൽ അയ്യോ എനിക്കെല്ലാം ഇങ്ങനെ നഷ്ടപ്പെട്ടല്ലോ, എല്ലാം പോയല്ലോ എന്ന് പറഞ്ഞ് അവൻ അവിടെ ആ നിരാശയ്ക്ക് അവൻ ഈൽഡ് ചെയ്ത് അവൻ അവിടെ കിടന്നിരുന്നെങ്കിൽ അവന്റെ ഭാര്യമാരെയും അവന്റെ ഈ കാര്യങ്ങളെയും ഒന്നും പിടിച്ച് തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവന് കഴിയുമായിരുന്നില്ല. അവൻ ആ കെണിയിലും കുടുക്കിലും പെട്ട് അവൻ നശിച്ചു പോകുമായിരുന്നു. എന്നാൽ ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. അതിനെ തുടർന്ന് അവര് ദൈവത്തിന്റെ ഹിതം എന്താണ് എന്ന് ദാവീദ് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് അന്വേഷിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ദൈവം പറഞ്ഞു, നീ അവരെ പിന്തുടരുക, അവരെ നിശ്ചയമായിട്ട് എത്തിപ്പിടിക്കുവോളം 8-ാം വാക്യം സകലവും വീണ്ടുകൊള്ളും എന്ന് അരുളപ്പാടുണ്ടായി. അതിനെ തുടർന്ന് ദാവീദും 400 പേരും 10-ാം വാക്യം അവർ പിന്തുടർന്ന് ചെന്നു. ആ ദാവീദ് എല്ലാം നമ്മൾ 19-ാം വാക്യത്തിൽ വായിക്കുന്നു, അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല. ദാവീദ് എല്ലാം മടക്കിക്കൊണ്ടുപോകും. വളരെ ക്ഷീണിച്ച ഒരവസ്ഥയിൽ, നിരാശനായിരുന്ന ഒരവസ്ഥയിൽ, എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ ദാവീദ് തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. അവൻ മുഖം ദൈവത്തേക്ക് നോക്കി. ദൈവം അവൻ ആലോചന പറഞ്ഞു കൊടുത്തു. അവൻ ഈ സാഹചര്യങ്ങളെ അത് നിരാശയായി, ഒരു കുടുക്കിലും കെണിയിലും അകപ്പെട്ട് നിരാശയായി അവസാനിക്കുന്നതിന് പകരം അത് മനോഹരമായി താൻ ഈ കാര്യങ്ങളെല്ലാം വീണ്ടെടുത്തുകൊണ്ട് തിരികെ വന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. പ്രിയ സഹോദരന്മാരെ, നമ്മൾ ഈ തരത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, സമ്മർദ്ദങ്ങളുടെ മധ്യത്തിൽ, പ്രഷേഴ്സിന്റെ മധ്യത്തിൽ നിരാശരായിട്ടിരിക്കുമ്പോൾ ആ സമയത്താണ് ശരിക്കും നമുക്ക് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാനായിട്ട് നമുക്ക് തോന്നുന്നില്ല. നമ്മളപ്പോ ആ സാഹചര്യത്തെ നോക്കുന്നു, ആളുകളെ നോക്കുന്നു, മറ്റുള്ളവരെ നോക്കുന്നു. നമ്മുടെ ആളുകളെല്ലാം ഇങ്ങനെ ചെയ്യുന്നു, എന്തൊക്കെ പ്രശ്നങ്ങളാണ്, നമ്മൾ ഈ കാര്യത്തിൽ ഇങ്ങനെ നിന്നാൽ എന്താകും? ആകെ കലക്കങ്ങളും കൺഫ്യൂഷൻസുമാണ്, നമ്മൾ ആകെ നിരാശരാണ്. പക്ഷേ അവിടെ നമ്മൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അത്ഭുതകരമായിട്ടുള്ളൊരു വഴിയെ ദൈവം തുറക്കുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ദൈവം പറയുന്നു, നീ മുമ്പോട്ട് പോകുക. അവിടെ കുടുക്കിലും കെണിയിലും അകപ്പെടുന്നതിന് പകരം ദൈവം അവിടെ വിജയത്തെയും ദൈവം അവിടെ സാഹചര്യങ്ങളെ മാറ്റുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു വഴി ഇതാണ്. പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട്, ഞാനും പരാജയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇന്ന് രാവിലെ വീണ്ടും ദൈവമുഖത്തേക്ക് നോക്കി പറയാം, കർത്താവേ, എന്റെ സമ്മർദ്ദങ്ങൾ, എന്റെ പ്രഷേഴ്സ്, എന്റെ ക്ഷീണം, എന്റെ പരാജയം, ഇതിന്റെയൊക്കെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ അവിടെ, കർത്താവെ, ഞാൻ ഈ സാഹചര്യത്തെ പഴിച്ച് ഞാൻ വീണ്ടും ആ ടെംപ്റ്റേഷൻ ഈൽഡ് ചെയ്യാതെ, ഞാൻ വീണ്ടും ആ ചുവന്ന പായസത്തിന്റെ പുറകെ പോകാതെ, വീണ്ടും ഞാൻ സാഹചര്യത്തെ നോക്കി എന്റേതായിട്ടുള്ള വഴിയിൽ ഞാൻ പോകാതെ ഞാൻ യഹോവയിൽ ധൈര്യപ്പെടുന്നു. ഞാൻ യഹോവയുടെ മുഖത്തേക്ക് നോക്കുന്നു. ഞാൻ കർത്താവയുടെ ഒരു സാഹചര്യത്തിൽ ഒരു വഴിയൊരുക്കും. കർത്താവെ, അങ്ങയുടെ ഹിതം എന്താണ്, അങ്ങയുടെ ആലോചന എന്താണ്, ഞാൻ നോക്കും. കർത്താവ് വഴി തുറക്കും. അതാണ് മനോഹരമായ ദൈവത്തിന്റെ വഴി. നമ്മൾ അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം നമ്മൾ റാഹേലിന്റെ കുറിച്ച് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം നമ്മൾ റാഹേലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, യാക്കോബിന്റെ ഭാര്യയായിരുന്നു റാഹേൽ, നമുക്കറിയാം. അപ്പോൾ അതിന്റെ 1-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ട് തന്റെ സഹോദരിയോട് അസൂയപ്പെട്ടു. അപ്പോൾ ഇവിടെ റാഹേലിന് മക്കളില്ല. റാഹേലിന് ഒരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യമാണ്. റാഹേലിനെ സംബന്ധിച്ചോളം കാര്യങ്ങൾ റാഹേൽ പ്രതീക്ഷിക്കുന്നത് പോലെ നടക്കുന്നില്ല. റാഹേലിന് കുഞ്ഞുങ്ങളില്ല. റാഹേലിന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, തന്റെ സഹോദരിയായ ലേയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ അതാണിപ്പോ കൂടുതൽ പ്രശ്നമായി. റാഹേലിന് കുഞ്ഞുങ്ങളില്ല, ലേയ്ക്ക് ഇപ്പൊ കുഞ്ഞുങ്ങളുണ്ട് താൻ. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ എന്റെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുന്നില്ല, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, മറ്റാളുകളുടെയൊക്കെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുന്നു. അപ്പൊ ഉള്ളിൽ നമ്മൾ മറ്റൊരു സങ്കീർത്തനത്തിൽ വായിക്കുന്നല്ലോ, ദുഷ്ടന്മാരുടെ ഈ രീതിയിൽ അവർക്കെല്ലാം കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടക്കുന്നത് കണ്ട് എന്റെ ഉള്ളം കലങ്ങിയപ്പോ ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താ? അവസാനം ഞാൻ ദൈവത്തിന്റെ യഹോവയുടെ സന്നിധിയിൽ പോയി ഞാൻ ചോദിച്ചപ്പോഴാണ് എനിക്ക് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായത്, കാര്യങ്ങൾ മനസ്സിലായത്. അവസാനം ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്നു. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് പകരം ഇവിടെ റാഹേൽ എന്താ ചെയ്തത്? റാഹേൽ താൻ പ്രസവിക്കുന്നില്ല എന്ന് കണ്ടു.
പക്ഷെ തന്റെ സഹോദരിക്ക് മക്കളുണ്ട് എന്ന് കണ്ടു. അപ്പം അസൂയപ്പെട്ടു. അപ്പൊ ഒന്നാമത് അവിടെ അസൂയ ഉണ്ടായി. അതിനെ തുടർന്ന് യാക്കോബിന്റെ അടുത്ത് അവിടെ നിർബന്ധം പിടിക്കുകയും യാക്കോബിനോട് എനിക്ക് മക്കളെ തരണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്ന് ആണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ ഐ വിൽ ഡൈ, അല്ലെങ്കിൽ എന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഞാനിപ്പം ചാകാൻ പോവാണ്, എനിക്ക് നീ മക്കളെ തരണം, അല്ലെങ്കിൽ ഞാനിപ്പോ ചാകാൻ പോവാണ്, ഞാൻ സൂയിസൈഡ് ചെയ്യും എന്നാണ് പറയുന്നത്. റാഹേൽ പറയുന്നത് തന്റെ സാഹചര്യത്തിൽ, തന്റെ ഒരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിന്റെ മധ്യത്തിൽ അവിടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാനോ, ഈ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന, ഈ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ഈ സാഹചര്യത്തിൽ എനിക്കിപ്പോ മക്കളില്ല എന്നുള്ളതിന്റെ കാരണക്കാരൻ എന്റെ ഭർത്താവാണോ? ഈ സാഹചര്യത്തിൽ എനിക്ക് വഴി തുറക്കുന്നില്ല, ഈ കാര്യത്തിൽ ഇവിടെ മുമ്പോട്ടൊരു വഴി കാണുന്നില്ല, ഇതിന്റെ കാരണം ആരാണ്? അതിന്റെ കാരണം ഞാൻ ദൈവത്തെയും പഴി പറഞ്ഞ്, എന്റെ ഭർത്താവിനെയും പഴി പറഞ്ഞ് ഞാനിവിടെ അസ്വസ്ഥനായി, പിറുപിറുത്ത്, ഞാൻ ഈ രീതിയിൽ അസൂയപ്പെട്ടുകൊണ്ട് ഞാൻ ഇരിക്കണമോ? അങ്ങനെ അവളെ സംബന്ധിച്ചോളം അവൾ അങ്ങനെയാണ് ചെയ്തത്. അവൾ തന്റെ സഹോദരിയോട് അസൂയപ്പെട്ടു. യാക്കോബിനോട് എനിക്ക് മക്കളെ തരണം, അല്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യും എന്ന് പറഞ്ഞു, ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബിന് റാഹേലിനോട് കോപം ജ്വലിച്ചു. നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്നത് ദൈവത്തിന്റെ സ്ഥാനത്ത് ഞാനോ എന്ന് പറഞ്ഞു. അവൾ ദൈവത്തോടും ഭർത്താവിനോടും ഒക്കെ മത്സരിച്ചു. എന്നാൽ നമ്മൾ കാണുന്നത് ഇതുപോലെ തന്നെയുള്ള, അല്ലെങ്കിൽ ഇതിലും പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നുപോയ മറ്റൊരു സഹോദരി ഉണ്ട്. ആ സഹോദരി ആരാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? മക്കളില്ലാതിരുന്ന മറ്റൊരു സഹോദരി ഹന്ന. അതെ, മക്കളില്ലാതിരുന്ന മറ്റൊരു സഹോദരി, അത് ഹന്നയാണ്. നമ്മളത് ഹന്നയെക്കുറിച്ച് 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ശമൂവേൽ 1-ാം അധ്യായം, അവിടെ 1-ാം വാക്യം മുതൽ 2-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. 2-ാം വാക്യത്തിൽ പറയുന്നത്, എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനീന എന്നും പേര്. പെനീനയ്ക്ക് മക്കൾ ഉണ്ടായിരുന്നു, ഹന്നയ്ക്കോ മക്കൾ ഇല്ലായിരുന്നു. പെനീനയ്ക്ക് ഇവിടെ നേരത്തെ റാഹേൽ ഉണ്ടായിരുന്ന അതേ സാഹചര്യം. ഹന്നയ്ക്ക് മക്കളില്ല, പെനീനയ്ക്ക് മക്കൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അവിടെ കാണുന്നത്, ഇവളെ പെനീന ഈ ഹന്നയെ അവിടെ കളിയാക്കുകയും ഈ രീതിയിൽ ഒക്കെ ചെയ്യുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് നമ്മൾ 6-ാം വാക്യത്തിൽ വായിക്കുന്ന, യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കുവാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. നമ്മൾ ആക്ച്വലി റാഹേലിന്റെ സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നില്ല. ഇവിടെ പലപ്പോഴും ഹന്നയെ വളരെയധികം വിഷമിപ്പിക്കുകയും ഹന്നയെ വളരെയധികം കളിയാക്കുകയും ആ രീതിയിൽ വളരെയധികം ഇങ്ങനെയുള്ള, നമ്മൾ 7-ാം വാക്യത്തിൽ അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോകുന്നു. അവളെ മുഷിപ്പിച്ചതുകൊണ്ട് അവൾ കരഞ്ഞ് പട്ടിണി കിടന്നു. അപ്പം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഹന്നയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പിറുപിറുക്കാനും തന്റെ ഭർത്താവിനോടും ദൈവത്തോടും ഒക്കെ റാഹേലിന്റെ ചെയ്തതുപോലെയാണെങ്കിൽ ആ രീതിയിൽ മത്സരിക്കാനൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ നമ്മളവിടെ വായിക്കുന്നത്, അവള് ദൈവത്തിന്റെ സന്നിധിയിൽ വരികയും ദൈവത്തിന്റെ മുമ്പാകെ തന്റെ ഭാരം പങ്കുവെക്കുകയും ദൈവത്തിന്റെ മുമ്പാകെ അവള് കരയുകയും ചെയ്തു. അവൾ തന്റെ ഭർത്താവിനോട് മത്സരിച്ചില്ല, അവൾ ദൈവത്തോട് മത്സരിച്ചില്ല. അവളുടെ ഹൃദയത്തിൽ ഈ ഒരു സാഹചര്യത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിന്റെ കരത്തെ അവിടെ കാണുവാൻ കഴിഞ്ഞതുകൊണ്ട് ദൈവത്തിന് അവിടെ അത്ഭുതകരമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുവാനും അതിനെ തുടർന്ന് ദൈവം അവൾക്ക് നൽകിയ ആ പൈതലാണ് ഒരു ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെ മാറ്റം ഉണ്ടാക്കിയ ശമൂവേൽ പ്രവാചകനായിട്ട് മാറിയത്. പ്രിയ സഹോദരന്മാരെ, ഒരേ സാഹചര്യത്തിൽ തന്നെ ഏത് രീതിയിലാണ് നമ്മൾ പ്രതികരിക്കുന്നത്? നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. നമ്മുടെ കണ്ണപ്പോ എവിടെയാണ്? ഞാൻ ആ സാഹചര്യത്തിലേക്ക് നോക്കി ഞാൻ നിരാശപ്പെട്ട്, ഞാൻ പിറുപിറുത്ത്, എനിക്കിങ്ങനെ നടക്കുന്നില്ലല്ലോ, എന്തുകൊണ്ട് മറ്റേ ആൾക്ക് നടക്കുന്നു, എനിക്കിങ്ങനെ നടക്കുന്നില്ല അത് എന്ന് പറഞ്ഞ് നമ്മൾ സാഹചര്യത്തെയും വ്യക്തികളെയും ആളുകളെയും ദൈവത്തെയും തന്നെ പഴിച്ച് നമ്മൾ പലപ്പോഴും കുടുംബജീവിതത്തിൽ നമ്മൾ സാധാരണ വിവാഹം ഒക്കെ ആലോചിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും സാധാരണയായിട്ട് ചെറുപ്പക്കാരെയൊക്കെ ഉത്സാഹിപ്പിക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞിടെ ഒരു ചെറുപ്പക്കാരനെ ഞങ്ങൾ ഫോണിൽ വിളിച്ച് ചില സഹോദരന്മാർ ഒരു വിവാഹാലോചനയുടെ കാര്യത്തെക്കുറിച്ച് ആദ്യം സജസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ വിവാഹം മുമ്പോട്ട് പുരോഗമിച്ചപ്പോൾ ഞാൻ കഴിഞ്ഞിടെ ആ ചെറുപ്പക്കാരനെ വിളിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, ഈ കല്യാണം ആരാണ് ആലോചിച്ചത്? അപ്പം അദ്ദേഹം പറഞ്ഞു,
ആദ്യം ആലോചിച്ച ഈ സഹോദരനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, സഹോദരൻ അങ്ങനെയല്ല, താങ്കൾ തെറ്റിപ്പോയി. ഈ കല്യാണം ആരാണ് ആലോചിച്ചത്? ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവമാണ്, ശരിയാ, ദൈവമാണ്. അപ്പം ഈ കല്യാണം ആലോചിച്ചത് ഈ സഹോദരനാണ്, അല്ലെങ്കിൽ ഈ കല്യാണം ആലോചിച്ചത് എൻ്റെ ചർച്ചിലുള്ള ഇന്ന ബ്രദറാണ്, അല്ലെങ്കിൽ എൻ്റെ മാതാവാണ്, എൻ്റെ പിതാവാണ്, അല്ലെങ്കിൽ എൻ്റെ... കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആരെയാണ് കാണുന്നത്? നമ്മൾ വ്യക്തികളാണ്. അപ്പോൾ നമ്മൾ കുടുംബജീവിതത്തിലാണെങ്കിലും പലപ്പോഴും കുടുംബജീവിതത്തിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അതൊരു ബെഡ് ഓഫ് റോസസ് ആയിരിക്കണമെന്നില്ല. സമ്മർദ്ദങ്ങളും പ്രഷേഴ്സും പ്രശ്നങ്ങളും സാഹചര്യങ്ങളും ഒക്കെ വരുമ്പോൾ ആ സാഹചര്യത്തിന്റെ മധ്യത്തിൽ ഈ രീതിയിൽ ഒരു ഉറപ്പുള്ള ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം, ഒരു കുടുംബത്തെ സംബന്ധിച്ചോളം അവരാരെയാണ് കാണുക? ഈ ഒരു സമ്മർദ്ദം വരുമ്പോൾ, ഒരു പ്രശ്നം വരുന്നു, ഒരു പ്രയാസം വരുന്നു, അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ ദൈവമേ, അങ്ങാണല്ലോ ഞങ്ങളെ ഈ ഒന്നാക്കിയത്, അങ്ങാണല്ലോ ഈ കുടുംബത്തിന്റെ നാഥൻ, അങ്ങാണല്ലോ ഈ സാഹചര്യത്തെ ഒരുക്കിയത്. ഇതിന്റെ മധ്യത്തിൽ അങ്ങയുടെ കൃപ എനിക്ക് മതിയായതാണ്. ഈ സാഹചര്യത്തിൽ എന്നെ മുമ്പോട്ട് നടത്തുവാൻ അങ്ങ് ശക്തനാണ്. ഈ സാഹചര്യത്തിൽ അങ്ങ് എന്നെ മുമ്പോട്ട് നടത്തും. ഈ ഉറപ്പ് ലഭിക്കേണ്ടത് നമുക്ക് എപ്പോഴും ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാനും ദൈവത്തെ അവിടെ കാണാനും, ദൈവമാണ് എന്നെ നയിച്ചത്, ദൈവമാണ് ഈ സാഹചര്യത്തിലേക്ക് നയിച്ചത്. പലപ്പോഴും നമ്മുടെ ചർച്ചിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ, അവരെ സംബന്ധിച്ചോളം ഈ ആദ്യമായിട്ട് ഭവനത്തിൽ നിന്ന് ദൈവത്തെയൊക്കെ അറിഞ്ഞ് ഒരു ഫസ്റ്റ് ജനറേഷൻ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചോളം പല കാര്യങ്ങളിലും അവര് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ഇപ്പോൾ സ്നാനം എടുക്കണം. അപ്പൊ ഞാൻ ഓർക്കുന്നത്, ഞങ്ങളിലൊക്കെ പലരും സ്നാനം എടുക്കേണ്ട സമയത്ത് മാനസാന്തരപ്പെട്ട് ദൈവം ഹൃദയത്തിൽ പാവബോധം ഉണ്ടായി മുമ്പോട്ട് പോകുന്ന സമയത്ത്, കർത്താവേ, എനിക്ക് എൻ്റെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ട് എനിക്ക് മുമ്പോട്ട് ഒരു പുതിയ വ്യക്തിയായിട്ട് ജീവിക്കണം. ദൈവം ഹൃദയത്തിൽ ഒരു ഭാരം തരുന്നു, ദൈവം ഹൃദയത്തിൽ നമ്മളോട് ഇടപെടുന്നു. അതിനെ തുടർന്ന് നമുക്ക് അത് നിർത്താനായിട്ട് പറ്റുന്നില്ല. ഞാനും ഓർക്കുന്നു, ഞാൻ അങ്ങനെ ആ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ഉറപ്പുണ്ടായപ്പോൾ ഞാൻ കോഴിക്കോട്ട് നിന്ന് ചാലക്കുടിക്ക് പോയി. അവിടെ എനിക്ക് പരിചയം ഉണ്ടായിരുന്ന ഒരാളിനോട് എനിക്ക് ഇന്ന് തന്നെ സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഇന്ന് തന്നെ സ്നാനപ്പെടാൻ പറ്റില്ല, അത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്ന് പറയണം. അദ്ദേഹം 2 ദിവസം അവിടെ താമസിപ്പിച്ച് ഈ കാര്യങ്ങളും സ്നാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു പുഴയിൽ എന്നെ സ്നാനപ്പെടുത്തി. ഞാനത് ഓർക്കുന്നു. 1987 സംഭവിച്ച ഒരു കാര്യമാണ്. ഞാൻ ഇന്നലെ മറ്റൊരു സഹോദരനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിന് ഉറപ്പുണ്ടായപ്പോൾ അദ്ദേഹം പോയി തൻ്റെ അവിടെ ഒരു സ്ഥലത്ത് ചെന്നിട്ട് പറഞ്ഞു, എനിക്കിപ്പോൾ സ്നാനപ്പെടണം. നമ്മൾ സജി ബ്രദർ ഇന്നലെ പറയുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു, അല്ല, ഞങ്ങൾ കുറച്ച് കാത്തിരിക്കണം. അപ്പോൾ അദ്ദേഹം സ്നാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് അദ്ദേഹം സ്നാനപ്പെട്ടു. നമ്മുടെ സെക്കൻഡ് ജനറേഷൻ ആകുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ അവർ വളർന്നു വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ ഇങ്ങനെ പറഞ്ഞു, മോനെ സ്നാനപ്പെടണം. അപ്പോൾ പലപ്പോഴും പല കാര്യങ്ങളിലും മോളെ സ്നാനപ്പെടണം. ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് പിന്നെ മാതാപിതാക്കൾ പറയുന്നു, ശരി, അപ്പം പിന്നെ ഡാഡിയും പറഞ്ഞു, മമ്മിയും പറയുന്നു, ശരി, എന്നാൽ പിന്നെ ഞാനങ്ങ് സ്നാനപ്പെട്ടേക്കാം. നിങ്ങൾ ഡാഡിയുടെ മുഖത്തേക്കാണോ നോക്കുന്നത്, മമ്മിയുടെ മുഖത്തേക്കാണോ നോക്കുന്നത്? ദൈവം വ്യക്തിപരമായിട്ട് നിങ്ങളോട് ഇടപെടുന്ന രീതിയിൽ ദൈവമുഖത്തേക്ക് നിങ്ങൾ നോക്കുവാനായിട്ട് അഭ്യസിക്കുക. ദൈവമുഖത്തേക്ക് നോക്കുവാൻ, ദൈവത്തെ അന്വേഷിക്കുക. ദൈവം എനിക്ക്, നമ്മൾ പുതിയ നിയമത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ പ്രമാണത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതും. അത് ഓരോരുത്തരുടെയും ഹൃദയത്തിൽ. ഞാൻ ആത്മാവിനെ പകരുന്നതിനെ കുറിച്ച് പറയുന്നത്, ആത്മാവിനെ ബാല്യക്കാരുടെ മേലും യുവാക്കന്മാരുടെ മേലും യുവതിമാരുടെ മേലും ബാല്യക്കാരുടെ മേലും എല്ലാം ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ഞാൻ എൻ്റെ പ്രമാണങ്ങളെ അവരുടെ ഉള്ളിൽ എഴുതും. അപ്പോൾ ദൈവത്തിന്റെ പ്രമാണങ്ങളെ നിങ്ങളുടെയൊക്കെ ഈ കുഞ്ഞു ഹൃദയങ്ങളിൽ ദൈവം എഴുതുവാനായിട്ട് നിങ്ങൾ അനുവദിക്കുക. ദൈവത്തോട് നിങ്ങൾ സംസാരിക്കുക. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക. നിങ്ങളുടെ സ്കൂളിലെ ഒരു സമ്മർദ്ദങ്ങൾ വരുമ്പോൾ, നിങ്ങളുടെ സ്കൂളിൽ ഒരു പ്രഷർ വരുമ്പോൾ, നിങ്ങൾ ജീവിതത്തിൽ ഒരു ചെറിയ തീരുമാനം, ഒരു വലിയ തീരുമാനം നിങ്ങൾ എടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ, ആ സാഹചര്യത്തിൽ ദൈവത്തിന്റെ മുഖത്തേക്ക്, ദൈവമേ, അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത്? അങ്ങ് ഈ എന്നോട് സംസാരിക്കണമേ. അങ്ങനോട് സംസാരിക്കുമോ? അങ്ങനോട് സംസാരിക്കും. അങ്ങ് എനിക്ക് വ്യക്തത തരും. അങ്ങ് എനിക്ക് ക്ലാരിറ്റി തരും. ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ഒരു തീരുമാനമെടുത്ത ആളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ലജ്ജിച്ചു പോവുകയില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ തീരുമാനത്തിന്റെ കോൺസിക്വൻസ് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ പ്രഷേഴ്സ് ഉണ്ടാകാം, സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം. പക്ഷേ ദൈവമാണ് എന്നെ നയിച്ചത്. ദൈവം ഈ കാര്യത്തിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവം എന്നെ നടത്തുന്നു. എന്റെ കണ്ണ് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഇംഗ്ലീഷിൽ ആ വാക്യത്തെ ഇങ്ങനെയാണ് പറയുന്നത്, they were radiant. അപ്പൊ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം
അവര് പ്രശ്നങ്ങളുണ്ട്, പ്രഷേഴ്സ് ഉണ്ട്, അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ദേ ആർ റേഡിയന്റ്. അവരുടെ മുഖത്തൊരു പ്രകാശമുണ്ട്. അവർക്ക് ഈ സമ്മർദ്ദത്തിന്റെ മധ്യത്തിൽ അയ്യോ എനിക്കിങ്ങനെ പറ്റിയല്ലോ, എനിക്കിങ്ങനെ പറ്റിയല്ലോ, ഈ ആളിനിങ്ങനെയാണല്ലോ, എനിക്കിങ്ങനെയല്ലല്ലോ, അസൂയപ്പെടാനും പരാതി പറയാനും സമ്മർദ്ദത്തിൽപ്പെടാനും അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം ഇവിടെ ഉണ്ട്. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാനും അവർക്ക് ആ ഒരു സാഹചര്യത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്, ദൈവം വഴികളെ തുറക്കുന്നത്, ആ സാഹചര്യത്തിൽ ദൈവത്തിന്റെ കൃപ എനിക്ക് മതിയായതാണ്, ദൈവത്തിന്റെ കൃപ എന്നെ നടത്തുന്നു എന്നുള്ളത് കാണുവാനും നിങ്ങൾക്ക് കഴിയും. ഞാൻ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ നിങ്ങളെ ഞാൻ ഉത്സാഹിപ്പിക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞു പ്രായം മുതൽ നിങ്ങൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാനായിട്ട് അഭ്യസിക്കുക. ദൈവമേ, എന്നെ ഈ സാഹചര്യത്തിൽ നയിക്കണമേ, എന്നോട് ഇടപെടണമേ, എന്നോട് സംസാരിക്കണമേ. നിങ്ങൾ ചിലരൊക്കെ സ്നാനപ്പെട്ടവരാണ്, ചിലരൊക്കെ സ്നാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. നിങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ പറയുന്നു. പക്ഷേ നിങ്ങൾ ദൈവ മുഖത്തേക്ക് നോക്കുവാനും ദൈവത്തെ അന്വേഷിക്കുവാനും നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങളുടെ കാലിനെ നിങ്ങളുടെ കെണിയിൽ നിന്ന് നിങ്ങളെ സൂക്ഷിക്കുവാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ പലപ്പോഴും പറയും, എനിക്ക് സ്കൂളിൽ പ്രശ്നമുണ്ട്, ഇന്ന പ്രശ്നമുണ്ട്, എനിക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണം. പക്ഷെ രക്ഷപ്പെടാൻ എന്താ വഴി? ഞാൻ എന്റെ കാലിനെ അല്ല നോക്കേണ്ടത്. ഞാൻ അടുത്ത ദിവസം ഈ കാര്യം ചെയ്യത്തില്ല, ഞാൻ ഈ തീരുമാനം എടുക്കുന്നു. ഈ തീരുമാനമല്ല ചെയ്യേണ്ടത്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ കണ്ണ് അവങ്കിലേക്ക്, എപ്പോഴും അവങ്കിലേക്ക് നോക്കുക. നിങ്ങൾ അവങ്കിലേക്ക് നോക്കുവാനായിട്ട് ഞായറാഴ്ച മീറ്റിംഗിൽ വരുമ്പോൾ ഞാൻ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നു, അങ്ങനെയല്ല. നിങ്ങളുടെ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും മറ്റു ദിവസങ്ങളിൽ ദൈവമുഖത്തേക്ക് നോക്കാനും, അങ്ങനെ ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരു ശീലം നമുക്കുണ്ടാകുന്നതോടൊപ്പം തന്നെ ചില സമയങ്ങളിൽ നിങ്ങൾ ചെറുപ്പക്കാര്, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ അങ്ങനെ ഞാൻ ഒരു നേരം ഭക്ഷണം ഒന്ന് വെടിയാം, ഇന്ന് രാത്രി ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല, ഞാൻ കർത്താവേ അങ്ങ് എന്നോട് ഇടപെടണമേ, അങ്ങ് എന്നോട് സംസാരിക്കണമേ, അങ്ങ് ഈ കാര്യത്തിൽ അങ്ങയുടെ ഹിതം എനിക്ക് വ്യക്തമാക്കി തരണമേ. ഈ ഒരു പ്രത്യേക കാര്യം സാഹചര്യങ്ങളുണ്ട്. ദൈവമുഖത്തേക്ക് നോക്കുക. ദൈവവചനം നിങ്ങൾ വായിക്കുക. ദൈവം നിങ്ങളോട് ഇടപെടും, ദൈവം നിങ്ങളോട് സംസാരിക്കും, ദൈവം നിങ്ങൾക്ക് വ്യക്തത തരും, ദൈവം നിങ്ങൾക്ക് ക്ലാരിറ്റി തരും. അപ്പോൾ നമ്മൾ ദൈവമുഖത്തേക്ക് നോക്കാതെ നിങ്ങളുടെ സാഹചര്യങ്ങളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ നോക്കിപ്പോയാൽ അത് കുറച്ച് കഴിയുമ്പോൾ അതൊരു ശാശ്വതമല്ല. അത് നിങ്ങൾ എവിടെയെങ്കിലും പോയി തട്ടിത്തടവും. ഇന്ന് പല കത്തോലിക്ക വിശ്വാസികളും സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ വീടുകളിൽ പലയിടത്തും വിഗ്രഹങ്ങൾ വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഈ വിഗ്രഹം വെക്കുന്നത്? അപ്പോൾ അവർ പറയുന്നത് വിഗ്രഹമല്ല, ഇത് ഞങ്ങൾ എങ്ങനെയാ നമ്മൾ യേശുവിനെ നോക്കണം, അല്ലെങ്കിൽ ദൈവത്തെ നോക്കണം, ദൈവത്തോട് നോക്കി പ്രാർത്ഥിക്കണം. നമ്മൾ എങ്ങനെയാ ദൈവത്തെ നോക്കുന്നത്? ദൈവത്തെ കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ ദൈവത്തെ കാണാനായിട്ട് ദൈവം കാണുന്ന രീതിയിലുള്ള ഒരു രൂപത്തെ നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കറിയാം ഇത് ദൈവമല്ല, പക്ഷെ ദൈവത്തിന്റെ ഒരു രൂപം ഉണ്ടാക്കി ആ രൂപത്തെ നോക്കുമ്പോൾ ഞങ്ങൾ ദൈവത്തെ ഓർക്കും. അങ്ങനെയാണ് അവർ പലപ്പോഴും പറയാറുള്ളത്. ആളുകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ദൈവത്തെ കാണുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരാളിനെ നോക്കാൻ, ഇപ്പൊ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ദൈവഹിതം കണ്ടെത്തണം, അല്ലെങ്കിൽ ഒരു തീരുമാനിക്കണം, എന്തെങ്കിലും ഒരു കാരണം. ഏറ്റവും എളുപ്പം എന്താ? ഏറ്റവും എളുപ്പം അവർക്ക് കാണാവുന്ന മാതാപിതാക്കളെ നോക്കുക, അല്ലെങ്കിൽ ഒരു സഹോദരനോട് ചോദിക്കുക, അവരെന്തെങ്കിലും ഒരു അഭിപ്രായം അത് ചെയ്യുന്ന ഏറ്റവും എളുപ്പം. അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം, മുതിർന്നവരെ സംബന്ധിച്ചോളം പല ചർച്ചകളിലും ആളുകളെ സംബന്ധിച്ചോളം നമ്മൾ ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കും. പക്ഷേ പലപ്പോഴും ആളുകളെ സംബന്ധിച്ചിടത്തോളം, പല പാസ്റ്റർമാരെ സംബന്ധിച്ചോളം ആളുകൾ അവരുടെ അടുത്ത് വരണം. അവരോട് ചോദിച്ചു, പാസ്റ്ററെ ഞാനിപ്പം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്താ ചെയ്യുക? അപ്പോൾ ഉടനെ പാസ്റ്റർ പറയുന്നു, അത് ഞാനിപ്പോൾ പ്രാർത്ഥിച്ചില്ല, നോക്കി ഊറിയമും തുമ്മിമും ഒക്കെ എന്ന് പഴയ നിയമത്തിലെ പോലെ അവരുടേതായ രീതിയിൽ പറയുന്നു. ഇത് എനിക്ക് അങ്ങനെ ഒരു പ്രകാശം തോന്നുന്നില്ല. ഇപ്പോൾ ഗൾഫിലേക്ക് പോകുന്നതിനെ കുറിച്ച് എനിക്കൊരു പ്രകാശം അല്ല, ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി വിസ വരും. അങ്ങനെയൊക്കെ പല രീതിയിലും ആളുകളിൽ കബളിപ്പിക്കാറുണ്ട്. പക്ഷേ നമ്മെ സംബന്ധിച്ചോളം നമ്മൾ പുതിയ നിയമത്തിൽ ദൈവത്തിന് വ്യക്തിപരമായിട്ട് നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കുവാനായിട്ട് കഴിയും. ദൈവം വ്യക്തിപരമായിട്ട് എന്റെ പിതാവായിട്ടാകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നിങ്ങളോട് വ്യക്തിപരമായിട്ട് ഇടപെടുവാനും സംസാരിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവം മുഖത്തേക്ക് നോക്കണം. നമ്മൾ ഈ ഒരു വിഗ്രഹങ്ങളെ നോക്കുന്നത് പോലെ നമ്മൾ ആളുകളെയും വ്യക്തികളെയും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കുഞ്ഞു പ്രായം മുതൽ കർത്താവേ, ഞാൻ ദൈവമേ അങ്ങ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു, അങ്ങ് എന്താ, നിങ്ങൾക്ക് വ്യക്തത കിട്ടുന്നില്ലേ ആ കാര്യത്തെക്കുറിച്ച്? നിങ്ങൾ കുറച്ച് സമയം ദൈവസന്നിധിയിൽ നിങ്ങൾ ഇരിക്കുക, നിങ്ങൾ ദൈവവചനവുമായിട്ട് ഇരിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങൾ ഈ കാര്യം, കർത്താവേ എന്നെ സഹായിക്കണമേ. നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നു, എനിക്ക് പരിശുദ്ധാത്മാഭിഷേകം വേണം എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നു? എനിക്ക് പരിശുദ്ധാത്മാഭിഷേകം വേണം. അപ്പോ ഈ സഹോദരൻ ജോജി സഹോദരനോ സന്തോഷ് മാത്യു സഹോദരനോ അല്ലെങ്കിൽ ജേക്കോഷി ബദറോ ആരെങ്കിലും വന്ന് എന്റെ തലയിലൊന്ന് കൈവച്ച് ഉടനെ എനിക്ക് പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കണം. നിങ്ങൾക്ക് ദൈവമുഖത്തേക്ക് നോക്കാനായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? നിങ്ങൾക്ക് ദൈവമുഖത്തേക്ക് നോക്കാനും ഒന്ന് ദൈവമുഖത്തെ അന്വേഷിപ്പാനും, ദൈവമേ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ശക്തിയും ഇല്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയുകയില്ല. ഞാൻ കർത്താവെ അങ്ങയുടെ മുഖത്തേക്ക് ഞാൻ നോക്കുന്നു. ഇത് ചെറിയവരും മുതിർന്നവർക്കും വ്യക്തിപരമായിട്ട് ദൈവമുഖത്തെ അന്വേഷിക്കാൻ, ദൈവമുഖത്തെ അന്വേഷിപ്പാൻ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ
പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചോളം നമുക്ക് പച്ചയായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാതെ, എപ്പോഴും അവന്റെ മുഖത്തേക്ക് നോക്കാതെ നമുക്ക് പച്ചയായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് സാധ്യമല്ല. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയും തക്കകാലത്ത് ഇല പാടാത്തതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. യിരെമ്യാ 17 ആരാണ്? യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ. അപ്പൊ അതിനെ തുടർന്ന് പറയുന്നത്, ജഡത്തെ തന്റെ ഭുജ ആക്കിയിരിക്കുന്ന മനുഷ്യൻ അവൻ ശപിക്കപ്പെട്ടവനാണ്. ആ ഒരു വാക്യം നമുക്ക് വേണമെങ്കിൽ നോക്കാം. നമുക്ക് പരിചയമുള്ള വാക്യമാണ്, എന്നാൽ പോലും ആ ഒരു വാക്യം നമ്മൾ ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്നത് നല്ലതാണ്. യിരെമ്യാ 17 5 വാക്യം മുതൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഉവർനിലത്തിലും പാർക്കും. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം വരുമ്പോൾ അത് പേടിക്കുകയില്ല, അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കുക, യഹോവയെങ്കിലേക്ക് നോക്കുക, അവന്റെ മുഖത്തേക്ക് നോക്കുക. നമുക്ക് എപ്പോഴും ഒരു ക്ലാസിക് എക്സാമ്പിൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണല്ലോ കർത്താവ് അവങ്കിലേക്ക് നോക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ. പത്രോസിന്റെ കാര്യം നമ്മൾ എപ്പോഴും പറയാറുണ്ട്. മത്തായി 14 കർത്താവ് ആ ലേക്കിലൂടെ നടന്നു വരുന്നത് കണ്ട് പത്രോസ്, എനിക്കും നിന്റെ അടുക്കിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിനക്ക് വരാം. അല്ലേ? മത്തായി 14 മത്തായി 14 28 വാക്യം. പതിനാലിന്റെ 28 നമ്മൾ വായിക്കുന്നത്, അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മീതെ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മീതെ നടന്നു. അപ്പൊ അവനെ സംബന്ധിച്ചോളം ആ ഒരു സാഹചര്യത്തിൽ കർത്താവ് പറഞ്ഞു വരിക. അവന് ശാന്തമായിട്ട് ആ വെള്ളത്തിന്റെ മുകളിലൂടെ, ആ പ്രത്യേക സാഹചര്യത്തിന്റെ മുകളിലൂടെ നടക്കുവാനായിട്ട് കഴിഞ്ഞു. എന്നാൽ 30 വാക്യം, എന്നാൽ അതൊരു പ്രത്യേക പ്രയോഗമാണ്. എന്നാൽ അവൻ വളരെ നല്ല രീതിയിൽ അവന് മുമ്പോട്ട് പോയി. പക്ഷെ എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങി. ആൻഡ് ഇമ്മീഡിയറ്റ്ലി, അപ്പം നമ്മൾ 30 വാക്യം, ബട്ട് when he saw the wind boisterous. അപ്പം അവൻ ഇങ്ങനെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പോയപ്പോ കുഴപ്പമില്ലായിരുന്നു. അവന്റെ കണ്ണ് അവൻ കർത്താവിന്റെ മുഖത്തേക്ക് മാറ്റി അവന്റെ ചുറ്റിനുമുള്ള ആ കാറ്റിനെയും കോളിനെയും നോക്കി കഴിഞ്ഞപ്പോൾ അവൻ മുങ്ങാനായിട്ട് തുടങ്ങി. പ്രിയ കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, മുതിർന്നവരെ, നമ്മെ സംബന്ധിച്ചോളം നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലൂടെ നാം ജീവിതത്തിൽ കടന്നു പോകാറുണ്ട്. സമ്മർദ്ദങ്ങളിലൂടെ, പ്രഷേഴ്സിന്റെ മധ്യത്തിൽ, ഈ സാഹചര്യത്തിന്റെ മധ്യത്തിൽ നമുക്ക് എങ്ങനെയാണ് നാം ഏശാവിനെ പോലെ ചുവന്ന പായസത്തെ, ക്ഷീണിച്ചിരിക്കുമ്പോൾ ഏശാവിനെ പോലെ ചുവന്ന പായസത്തെ നാം നോക്കുമോ? അല്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കുമ്പോൾ ദാവീദിനെ പോലെ യഹോവയിൽ ധൈര്യപ്പെട്ട് അവങ്കിലേക്ക് നോക്കി അവന്റെ ഹിതം എന്താണെന്ന് അന്വേഷിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വിജയത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയുമോ? അല്ലെങ്കിൽ നാം റാഹേലിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കാത്ത കാര്യം നടക്കുമ്പോൾ ഞാൻ അസൂയപ്പെട്ട് മറ്റേ വ്യക്തിക്ക് അങ്ങനെയില്ല, ഈ വ്യക്തിക്ക് ഇങ്ങനെയില്ല എന്ന് പറഞ്ഞ് പെറുപെറുപ്പും പരാതിയുമായിട്ട് നാം ദൈവത്തെയും മനുഷ്യരെയും പഴിച്ചുകൊണ്ട് ഈ സാഹചര്യത്തിൽ നിൽക്കുമോ? അല്ലെങ്കിൽ ഹന്നായെ പോലെ തന്റെ ഭർത്താവിനെയും ദൈവത്തെയും ബഹുമാനിച്ച് ഈ ഒരു സാഹചര്യത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ ആലയത്തിൽ പോയി ദൈവത്തിന്റെ ആലയത്തിലിരുന്ന് ദൈവമുഖത്തേക്ക് നോക്കി, ദൈവമേ, ഈ സാഹചര്യത്തിൽ ഒരു വഴി തുറക്കുവാനായിട്ട് അങ്ങേക്ക് കഴിയും എന്ന് പറഞ്ഞ് ആ ഒരു അർപ്പണത്തിന്റെ ഫലമായിട്ടിതാ ഒരു ശമൂവേൽ ദൈവത്തിന്റെ ചരിത്രത്തിന്റെ വേദപുസ്തകത്തിലെ ചരിത്രത്തെ തന്നെ അതിലൊരു പ്രത്യേക സ്ഥാനമുള്ള ശമൂവേലിന് ജന്മം കൊടുക്കുവാനായിട്ട് ആ സഹോദരിക്ക് സാധിച്ചു. നമ്മുടെ ജീവിതത്തിലുള്ള ചില തീരുമാനങ്ങൾ, നമ്മുടെ ജീവിതത്തിലുള്ള ചില നോട്ടങ്ങൾ, നാം ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ അവിടെ ദൈവത്തിന് അത്ഭുതകരമായിട്ട് സാഹചര്യങ്ങളെ മാറ്റുവാൻ, കാര്യങ്ങളെ മാറ്റുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു വഴി തുറക്കുവാനായിട്ട് ദൈവത്തിന് കഴിയും. എന്നാൽ നാം സാഹചര്യങ്ങളെയും വ്യക്തികളെയും
നോക്കിയാൽ നാം നിരാശരായിട്ടിരിക്കും. പ്രിയ കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, നിങ്ങളുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ സാഹചര്യത്തിന്റെ മധ്യത്തിൽ നിങ്ങൾ ആരെയാണ് നോക്കുന്നത്? നിങ്ങളുടെ കൂട്ടുകാരെയാണോ നോക്കുന്നത്? നിങ്ങളുടെ കൂട്ടുകാരുടെ നിർബന്ധം അനുസരിച്ചാണോ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെയാണോ നിങ്ങൾ നോക്കുന്നത്? നിങ്ങൾ മാതാപിതാക്കളെ നിങ്ങൾ നോക്കണം. സഭയിലുള്ള സഹോദരങ്ങളെയാണോ നിങ്ങൾ നോക്കുന്നത്? സഹോദരങ്ങളെ നിങ്ങൾ നോക്കണം. പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കളെക്കാട്ടിലുപരി, നിങ്ങളുടെ സഹോദരങ്ങളെക്കാട്ടുപരി, നിങ്ങളുടെ സഭയെക്കാട്ടിലുപരി നിങ്ങൾക്ക് ദൈവത്തെ നോക്കുവാൻ, ദൈവമുഖത്തേക്ക് നോക്കുവാൻ, ദൈവമേ എന്നോട് ഈ കാര്യത്തിൽ അങ്ങ് സംസാരിക്കണം, എന്നോട് ഇടപെടണം, എനിക്ക് കർത്താവെ വഴി പറഞ്ഞു തരണം, കർത്താവെ അങ്ങയുടെ മുഖത്തെ ഞാൻ നോക്കുന്നു, ഞാൻ അന്വേഷിക്കുന്നു, അങ്ങേ അന്വേഷിക്കുവാൻ അങ്ങ് എനിക്ക് വ്യക്തിപരമായിട്ട് എന്നോട് ഇടപെടണം. ഞാൻ നമ്മുടെ ഇടയിലുള്ള നമ്മൾ പലപ്പോഴും ബയോഡാറ്റ പ്രിപ്പയർ ചെയ്യാറുണ്ട്. മാരേജിനൊക്കെ ബയോഡാറ്റ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു യുവ സഹോദരി മാരേജിന് ബയോഡാറ്റ പ്രിപ്പയർ ചെയ്തപ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതി, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു സമയത്ത് എനിക്കിങ്ങനെ മനസ്സിലായി, ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ദൈവത്തിന് കൊച്ചുമക്കളുണ്ടെന്നാണ്. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി, ദൈവത്തിന് മക്കളേ ഉള്ളൂ, ദൈവത്തിന് കൊച്ചുമക്കളില്ല. ദൈവത്തിന് കൊച്ചുമക്കളില്ല. നമുക്ക് വ്യക്തിപരമായിട്ട് ദൈവവുമായിട്ട് നാം ഓരോരുത്തരും ബന്ധപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ദൈവത്തിന്റെ മകനാണെങ്കിൽ എന്നോട് ദൈവം വ്യക്തിപരമായിട്ട് സംസാരിക്കും, എന്നോട് ദൈവം വ്യക്തിപരമായിട്ട് ഇടപെടും. ഞാൻ ദൈവത്തിന്റെ ഒരു കൊച്ചുമകനല്ല. ഞാൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾക്ക് പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിലും ദൈവം മുമ്പോട്ട് പ്രകാരം ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് കേട്ട്, ദൈവത്തെ അന്വേഷിച്ച്, ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച്, ദൈവം നിങ്ങൾക്ക് തരുന്ന ബോധ്യത്തിനനുസരിച്ച് നിങ്ങൾ അടുത്ത ഒരു തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങൾ സ്നാനപ്പെടുവാനായിട്ടുണ്ടെങ്കിൽ സ്നാനപ്പെടുക. അതിന് നിങ്ങളുടെ മാതാപിതാക്കളും വ്യക്തികളും മറ്റുള്ളവരും നിർബന്ധിച്ചിട്ടല്ല. നിങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കുക, ദൈവത്തോട് പറയുക, കർത്താവേ എനിക്കിങ്ങനെ മുമ്പോട്ട് പോയാൽ പറ്റുകയില്ല. എന്റെ സുഹൃത്തുക്കളെയും എന്റെ സാഹചര്യങ്ങളെയും ഞാൻ നോക്കി, കർത്താവെ ചുവന്ന പായസത്തെ അന്വേഷിച്ച് ഞാൻ എന്റെ ജീവിതത്തെ നശിപ്പിക്കരുത്. ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് ഞാൻ നോക്കുന്നു, ഞാൻ അങ്ങേ അന്വേഷിക്കുന്നു. പരിശുദ്ധാത്മാവിന് ശക്തിയില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ദൈവമേ, അത് എനിക്ക് എവിടെ നിന്ന് വരും? എനിക്ക് ആരെങ്കിലും കൊണ്ടുവന്ന് നിങ്ങൾ തരികയില്ല. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ അന്വേഷിക്കണം, ദൈവമുഖത്തേക്ക് നോക്കണം. ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ സന്ദർശിക്കും. ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റും. അപ്പോൾ നമ്മെ സംബന്ധിച്ചോളം നമുക്ക് പലപ്പോഴും മറ്റെന്തൊക്കെ നോട്ടങ്ങളാണ് നമുക്കുള്ളത്? നമ്മൾ ചിലപ്പോൾ ലോകത്തെ നോക്കും, നമുക്ക് ചിലപ്പോൾ ലോകത്തെ നമ്മൾ നോക്കും. നമ്മെ സംബന്ധിച്ചോളം ചിലപ്പോൾ നമ്മൾ നോക്കുന്നത് പാപത്തെ ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ മറ്റ് വ്യക്തികളെ ആയിരിക്കും നോക്കുന്നത്. അപ്പം നമ്മെ ലോകത്തെ നോക്കാം. അപ്പോൾ യേശു ക്രിസ്തുവിനും പലപ്പോഴും അങ്ങനെയുള്ള പരീക്ഷണങ്ങളുണ്ടായി. പക്ഷെ ഒരു സാഹചര്യത്തിൽ യേശു ക്രിസ്തുവിനെ അവര് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാനും യേശു ക്രിസ്തുവിനെ ഒക്കെ ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങൾ വന്നപ്പോൾ യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അവൻ പറഞ്ഞു, യോഹന്നാൻ 18 എന്റെ രാജ്യം ഐഹികമല്ല, എന്റെ രാജ്യം ഐഹികമല്ല. യേശുവിനെ സംബന്ധിച്ചോളം അവന് നോക്കാനായിട്ട് അവന്റെ രാജാവ്, എന്റെ ദൈവം, ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ യേശു ക്രിസ്തുവിന് വ്യക്തമായിരുന്നു, എന്റെ രാജ്യം ഐഹികമല്ല. പരീക്ഷയുടെ മധ്യത്തിൽ ഇതല്ല എന്റെ വഴി. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചോളം ആ ഒരു വ്യക്തതയുണ്ട്. അല്ലെങ്കിൽ ലോകം, അല്ലെങ്കിൽ പാപം, അല്ലെങ്കിൽ വ്യക്തികൾ, ആളുകൾ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും നോക്കാറുള്ളത്. ഇതിന് പകരമായിട്ട് നാം ദൈവത്തെ നോക്കുവാൻ, ദൈവമുഖത്തേക്ക് നോക്കുവാൻ, അവന്റെ മുഖത്തേക്ക് നോക്കുവാൻ. അല്ലെങ്കിൽ ചില സമയത്ത് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരെ തന്നെ നോക്കും, നമ്മളെ തന്നെ നോക്കുക. നമ്മളെ തന്നെ നോക്കുന്നതും നമ്മളെ നോക്കണോ? നമ്മൾ ദൈവവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നാം നമ്മെ തന്നെ വിധിക്കണം. നാം നമ്മെ തന്നെ വിധിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു കാര്യം പറഞ്ഞു, ഒരു കാര്യം ചെയ്തു, ഈ കാര്യം പറഞ്ഞു, ഉടനെ ഞാൻ എന്നിലേക്ക് തന്നെ നോക്കി, ഞാൻ എന്നെ ശരിയായോ, ഉടനെ ഞാൻ അത് ശരിയായില്ലെങ്കിൽ ഞാൻ അങ്ങ് നിരാശപ്പെട്ട് ശരിയായില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മളിലേക്ക് തന്നെ നോക്കി നിരാശപ്പെട്ടിരിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നാം എന്താ ചെയ്യേണ്ടത്? ദൈവമുഖത്തേക്ക് നോക്കണം. ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവം നമ്മെക്കുറിച്ച് നമുക്ക് ബോധ്യം തരും. അപ്പൊ ദൈവമുഖത്തേക്ക് നോക്കിയ ശേഷമാണ് നമ്മളിലേക്ക് നാം നോക്കേണ്ടത്. ദൈവമുഖത്തേക്ക് നോക്കാതെ നമ്മിലേക്ക് മാത്രം നാം നോക്കിയാൽ നാം നിരാശരായി. ദൈവമുഖത്തേക്ക് നോക്കുക. ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവം നമ്മെ പാപത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ബോധം വരുത്തുക മാത്രമല്ല, ഈ പാപത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കുവാൻ കഴിയുന്ന, ഈ രീതിയിൽ എന്റെ കൈ പിടിച്ച് എന്നെ ഉയർത്തുവാൻ കഴിയുന്ന ആ ദൈവത്തിന്റെ മുഖത്തെയും എനിക്ക് കാണുവാനായിട്ട് കഴിയും, ആ പിതാവിന്റെ മുഖത്തെയും എനിക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ നിരാശപ്പെട്ട് പോകേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഇന്നലെ അവിടെ ഒരു ബൈബിൾ സ്റ്റഡി നടന്ന സമയത്ത് മാനസാന്തരത്തെക്കുറിച്ച് ദീപക് ബ്രദർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു, പല ചെറുപ്പക്കാർക്കുള്ളൊരു പ്രശ്നമാണ്, അവര് എന്തെങ്കിലും ഒരു തെറ്റ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ, എന്നാലും ഞാനിങ്ങനെ ഈ തെറ്റ് ചെയ്തല്ലോ, എന്നാലും എനിക്കിങ്ങനെ തെറ്റ് പറ്റിയല്ലോ എന്ന് പറഞ്ഞ് അവരങ്ങ് നിരാശപ്പെട്ടു പോവുകയാണ്. അതിന്റെ പുറകിലുള്ള നിഗളത്തെ അവർ കാണുന്നില്ല. എന്നാലും ആർക്കാണ് ഈ തെറ്റ് പറ്റിയത്?
എന്നാലും എനിക്ക് ഈ തെറ്റ് പറ്റിയല്ലോ. അപ്പം നിങ്ങളെക്കുറിച്ച് തന്നെ, അവരെക്കുറിച്ച് തന്നെ അവർ എന്താ ചിന്തിക്കുന്നത്? നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത്, ഞാൻ ഇങ്ങനെയൊന്നും തെറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ആളല്ല, ഞാനൊരു ഒരു ഒരു ഹോളി ആളാണ്, ഞാനൊരു വിശുദ്ധനാണ്, ഞാൻ ഇങ്ങനെയൊന്നും തെറ്റ് ചെയ്യുന്ന ആളല്ല. അപ്പോൾ നമ്മളെക്കുറിച്ച് തന്നെ ഒരു ഉന്നത ചിന്ത നമുക്കുള്ളപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, അയ്യോ എന്നാലും ഞാൻ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് നിരാശ. അതിന് പകരം കർത്താവേ ഞാനിത്രയേ ഉള്ളൂ, കർത്താവ് ഞാനിത്രയേ ഉള്ളൂ, ഈ സാഹചര്യത്തിലും ഈ കുഴിയിലും നിന്നുകൊണ്ട് ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. കർത്താവെ, എന്നെ പോലെയുള്ള പാപികളെ തേടിയാണ് അങ്ങ് വന്നത്. കർത്താവെ ഞാനിത്രേ ഉള്ളൂ, എന്നാൽ കർത്താവെ എന്നെ രക്ഷിക്കാനായിട്ട് അങ്ങേക്ക് കഴിയും, ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. നമ്മിലേക്ക് തന്നെ നാം നോക്കി നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് അവങ്കിലേക്ക് നമുക്ക് നോക്കാം. അവങ്കിലേക്ക് നോക്കുമ്പോൾ അവൻ നമ്മുടെ കാലുകളെ അവൻ വിടുവിക്കും. നമുക്ക് അവസാനം ഒരു പ്രാവശ്യം കൂടെ ആ ഒരു വാക്യം നമുക്കൊന്ന് വായിച്ച് ഞാൻ നിർത്തട്ടെ. 25-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചത്, എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയിങ്കലേക്കാകുന്നു, അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും, അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയിങ്കലേക്കാകുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ, പ്രിയ സഹോദരന്മാരെ, നമ്മളെല്ലാം ഞാൻ പല സാഹചര്യങ്ങളിൽ ഞാനും പരാജയപ്പെട്ടിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ നാളുകളിൽ, ജീവിതങ്ങളിൽ എൻ്റെ കണ്ണ് അവങ്കിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഈ രാവിലെ നമുക്ക് നമ്മുടെ കണ്ണുകളെ മറ്റെല്ലാ നോട്ടത്തിൽ നിന്നും മാറ്റി, ദൈവമേ എൻ്റെ കണ്ണ് ഞാൻ അങ്ങിലേക്ക് ഞാൻ നോക്കുന്നു. എൻ്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ഞാൻ ഇന്ന് വ്യക്തികളെയല്ല, സാഹചര്യങ്ങളെയല്ല, ആളുകളെയല്ല, ഞാനിതാ അങ്ങിലേക്ക് ഞാൻ നോക്കുന്നു. കർത്താവെ, അത് ഏതെങ്കിലും ഒരു സമയത്ത് മാത്രമല്ല, എപ്പോഴും എൻ്റെ കണ്ണ് ഞാൻ അങ്ങിലേക്ക് നോക്കുന്നു. കർത്താവെ, എൻ്റെ കാലുകളെ അങ്ങ് വലയിൽ നിന്ന് വിടുവിക്കും, അങ്ങനെ മുമ്പോട്ട് നടത്തും, അങ്ങനെ സഹായിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ തുടർന്ന് സഹായിക്കട്ടെ. ആമേൻ.